ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ആക്റ്റീവയാണ്. പപ്പയുടെ പേര് എടുത്ത വണ്ടിയാണ്. 2015 ആ സമയത്ത് എൻ്റെ മൊബൈൽ നമ്പർ വെച്ചാണ് എടുത്തത്. അതിനുശേഷം ആ മൊബൈൽ നമ്പർ ഇപ്പം നിലവിലില്ല. 2023 അടൂർ വെച്ച് എനിക്കൊരു ഹെൽമെറ്റ് വെക്കാത്തതിന് ഒരു ഫൈൻ കിട്ടി, 500 രൂപ. കാരണം പപ്പയാണ് വണ്ടി ഓടിച്ചിരുന്നത്. പുറകെ ഇരുന്ന ഞാൻ ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ടും ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്നില്ല. അങ്ങനെ 500 രൂപ എനിക്ക് ഫൈൻ കിട്ടി. മെനങ്ങാന്ന് വന്നു. ഇത് അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കാരണം അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഫൈനൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ടെൻഷനാണ്. അങ്ങനെ കാരണം വണ്ടി പപ്പയുടെ പേരിലാണ്. അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ കാണാം OTP പോകുന്നത് RC ബുക്കിലെ മൊബൈൽ നമ്പറിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 9 കൊല്ലം ആ നമ്പർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് ഇപ്പം മറ്റൊരാളുടെ പേരിലാണ് ആ നമ്പർ ഇരിക്കുന്നത്. ഇതിൽ RC ബുക്കിൽ ആ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു നോക്കി സംസാരിച്ചപ്പം അവർക്ക് OTP കോഡ് വരും എന്ന് പറഞ്ഞപ്പം അവർക്ക് OTP കോഡെന്ന് കേട്ടപ്പോഴേ അവർക്ക് ടെൻഷനായി. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഫ്രോഡ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും അവർ OTP കോഡ് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടൊക്കെ വന്നതും. ഞാൻ ഡീറ്റെയിലൊക്കെ പറഞ്ഞു. ഞാൻ വേണേൽ RC ബുക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റും അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് എന്നാലും തൃപ്തിയില്ല. ഞാൻ വാട്സാപ്പിൽ RC ബുക്ക് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷേ അവരെൻ്റെ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തു. കാരണം പേടിച്ചായിരിക്കാം. എന്നാൽ പിന്നെ വിചാരിച്ചു RC ഓണർഷിപ്പിലെ മൊബൈൽ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ നമ്മുടെ RC ബുക്കിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. പലർക്കും അറിയാതിരിക്കാം, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യുക, mparivan.com അല്ലെങ്കിൽ പരിവാൻ സേവ എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ സെർച്ച് ചെയ്തു. അതിനുശേഷം ആദ്യം കാണുന്ന വെബ്സൈറ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനുശേഷം താപ്പോട്ട് വരുമ്പോൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് നെയിം സെലക്ട് ചെയ്യുക. ഞാൻ കേരളം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്യണം. രണ്ടാമത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. അങ്ങനെ ആ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് RTO ഓഫീസിലാണോ ആ RTO സെലക്ട് ചെയ്യണം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ഇത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അവിടെ വണ്ടി നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഞാൻ കേരളം സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഏത് RTOയുടെ കീഴിലാണോ ആ RTOയുടെ സ്ഥലത്തിൻ്റെ പേര് എൻ്റർ ചെയ്യുക. അപ്പോൾ അതും എൻ്റർ ചെയ്തു. ഇത് കൊട്ടാരക്കര RTO ചെയ്തതാണ്. ആ കൊട്ടാരക്കര RTOയുടെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതും പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. RC ഓണർഷിപ്പ് ചേഞ്ചിങ്, പേ യുവർ ടാക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ്ഡ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഓപ്ഷൻ എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. ഒന്നാമത്തെ കാര്യം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ ഫിറ്റ്നസ് വാലിഡ് അപ് ടു ഡേറ്റ്, പിന്നെ അത്രയും എൻ്റർ ചെയ്തതിന് ശേഷം മറ്റൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തായാലും ഒന്ന് എൻ്റർ ചെയ്യാം. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തു. ഈ നമ്പറെല്ലാം നിങ്ങളുടെ RC ബുക്കിൽ അവൈലബിൾ ആണ്. ചേസിസ് നമ്പറും എൻജിൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ RC ബുക്കിൽ. അപ്പോൾ അത് നോക്കി എൻ്റർ ചെയ്യുക, തെറ്റിപ്പോകാതെ. അപ്പം വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം ചേസിസ് നമ്പർ എൻ്റർ ചെയ്യുക. ചേസിസ് നമ്പർ RC ബുക്കിലുണ്ട്, അതും എൻ്റർ ചെയ്തതിന് ശേഷം എൻജിൻ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, ചേസിസ് നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം എൻജിൻ നമ്പറും ഫുൾ എൻ്റർ ചെയ്തു. അതിനുശേഷം എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും അതിനുശേഷം ഫിറ്റ്നസ് വാലിഡിറ്റി അപ് ടു ഡേറ്റുമാണ് എൻ്റർ ചെയ്യേണ്ടത്. ആ രണ്ടും തൊട്ട് താഴെ എൻ്റർ ചെയ്യുക. ഓക്കെ, അത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വർഷം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇതെല്ലാം അതിൽ ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോ ഡീറ്റെയിൽ കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്
ആധാർ നമ്പറാണ്. ആരുടെ ആധാർ നമ്പറിലേക്കാണോ മാറ്റേണ്ടത് അവരുടെ ആധാർ നമ്പർ കൊടുക്കുക. അയാളുടെ തന്നെ പേരായിരിക്കണം RC ബുക്കിലും, എന്നാലേ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ RC ഓണർഷിപ്പിൻ്റെ ആളിൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ നെയിം ആസ് രജിസ്റ്റേർഡ് ഇൻ ആധാർ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ആ ആധാറിൻ്റെ ആളുടെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഈ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം ആധാറിലെ മൊബൈൽ നമ്പറും, കാരണം ഇപ്പോൾ എല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും എൻ്റർ ചെയ്യുക. അതിനുശേഷം എഗ്രി കൊടുക്കുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത് കൊടുത്ത ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിക്കോളും. നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും, യുവർ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും. സിമ്പിൾ.